ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. തീരെ ഓയിലൊന്നും ചേർക്കാതെ ചെയ്തെടുക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊന്ന് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഈ രണ്ട് നേന്ത്രപ്പഴം, അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഷേപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ചെറുതാക്കി കട്ടാക്കുക. അപ്പോൾ ഇത് നമ്മൾ വാടിക്കിട്ടാനായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടാൻ സുഖമാണ്, എളുപ്പത്തിൽ നമുക്ക് വാടിക്കിട്ടും. അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ടാക്കി എടുക്കുന്നത്. അടുത്ത പഴവും ഇതേപോലെ തന്നെ നമുക്കൊന്ന് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കാം. അപ്പോൾ ഇത് രണ്ട് പഴവും ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ മധുരത്തിനായിട്ട് ഒരു 4 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml അളവാണ് കേട്ടോ ഈ ഒരു പാത്രം. അതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് വെള്ളം. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളക്കാനായിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഇട്ടതിന് ശേഷം നെയ്യ് ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂത്ത് മൊരിഞ്ഞ് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പഴം ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. പിന്നെ അത് പഴം അവിടെ വാടുന്ന സമയം കൊണ്ട് നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ നേന്ത്രപ്പഴവും റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഏലക്ക ആയതുകൊണ്ട് കേട്ടോ 6 എടുത്തത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട്, ശർക്കരപ്പാനി ചൂടാറിയതിന് ശേഷം ചേർത്താൽ മതി. ചെറിയൊരു ചൂട് കുഴപ്പമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചതക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആകണ്ട, ജസ്റ്റ് ഒന്ന് ചതക്കിയിട്ട് അതിൻ്റെ പാലൊക്കെ ഒന്ന് അതിൽ നിന്ന് ഇളകി വന്നാൽ മാത്രം മതിയാകും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ നൂലപ്പം, പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം പഞ്ചസാര, ഓപ്ഷണലാണ്. നമ്മൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനിയും തേങ്ങയും കൂടി ചതക്കി എടുത്തത് അതുകൂടി ചേർത്തിട്ട്, പിന്നെ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. പോരാത്തത് നമ്മൾ ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടെ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് 10 മണിക്ക് കഴിക്കാനുള്ള സ്നാക്കായിട്ടും കൊടുത്തയക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ തോലൊക്കെ പഴുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം നമ്മുടെ മക്കൾ ആരും കഴിക്കാറില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. നമ്മൾ വെറുതെ അത് വലിച്ചെറിഞ്ഞ് കളയുകയും വേണ്ട. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് സ്നാക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ അറിയിക്കാനും ആരും മറക്കരുത് കേട്ടോ. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഏതെങ്കിലും വിഭവം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പോയി നോക്കിയാൽ മതി. ഒരുപാട് ഐറ്റംസ് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവിടെ കുഴച്ചെടുക്കുന്നത്. ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് ടൈറ്റും വേണ്ട കേട്ടോ. ഇനി ഒരു 1/2 കപ്പോളം വരുന്ന ശർക്കരപ്പാനി ബാക്കി വന്നിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ശർക്കരപ്പാനിൻ്റെ അളവ് വരിക കേട്ടോ. എനിക്ക് 1.5 കപ്പ് മതിയായി കേട്ടോ. ഇനിയിപ്പോൾ അതാ ഇതുപോലൊരു വാഴയില എടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴവും അരിപ്പൊടി, ശർക്കരപ്പാനി, തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കൂട്ടില്ലേ, അത് ഇതിലേക്കൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് നൈസാക്കി പരത്തി കൊടുക്കാം കേട്ടോ. നൈസാക്കി പരത്തി കൊടുത്താൽ നമുക്ക് നല്ല കട്ടില്ലാതെ നമുക്ക് ഇത് വേവിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമല്ല 2 രീതിയിൽ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് കൂടുതൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കാൻ മറക്കരുത്.
നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതേപോലെ ഇനി ഒരെണ്ണം കൂടി ഞാൻ പരത്തുന്നത് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇനി കുമ്പിൾ ഷേപ്പിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ തയ്യാറാക്കാം. ഇത് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിനായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഈ സമയത്ത് ഞാനൊരു ആവിച്ചെമ്പ് ഇവിടെ ആവിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളെ കൈ കൊള്ളൂലേ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്തതും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളാക്കി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എത്രണ്ണാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ മുഴുവനും ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ അടുത്ത രീതി എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് ഇലയിൽ പരത്തിയെടുക്കുക. നല്ല നൈസാക്കി പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ പാനയിൽ വെക്കുക. ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി മണമൊക്കെ വരും. അപ്പോൾ നമുക്ക് ആ മറ്റേ ഇലയോട് കൂടി തന്നെ ഇതൊന്ന് തിരിച്ചിടാം കേട്ടോ. അപ്പുറം ഇപ്പുറം നമ്മൾ ഇല വയ്ക്കുക, തിരിച്ചിട്ടിട്ട് മറ്റേ രണ്ടാമത്തെ ഭാഗവും ആകുമ്പോൾ ഇതുപോലെ ഇലയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൊരിയിപ്പിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മൊരിയിപ്പിച്ചതാണോ കൂടുതൽ ഇഷ്ടമായത് അതോ ആവിയിൽ വേവിച്ചതാണോ കൂടുതൽ ഇഷ്ടമായതെന്ന് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ആവിയിൽ വെച്ചതിന് വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ മൊരിയിപ്പിച്ചെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലും റെഡിയാക്കി നോക്കുകൊണ്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ദേ ഇവിടെ എനിക്ക് ഒരു 23 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന ഇല എന്താ പറയുക ഇലയുടെ ഇത് എന്താ പറയുക കട്ടി കൂടുന്നതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ എന്താ പറയുക വേവിന് താമസം വരും കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾ ഫ്ലെയിം കൂട്ടി കുറച്ചൊക്കെ വെച്ചിട്ട് ഇത് വേവിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം അങ്ങോട്ട് വേഗം വറ്റിയും പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാനിവിടെ എന്താ പറയുക ഫ്രൈ പാനിൽ ഇട്ടിട്ട് റെഡിയാക്കിയതും ഞാനിവിടെ കാണിച്ചു. ഇനിയിപ്പോൾ ഇതുണ്ടോ നല്ല കനം കുറച്ചതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നത്. നല്ല ചൂടാണ്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചൂട് കൊടുക്കുക തന്നെ ഇലയിൽ നിന്ന് തുറന്നെടുത്തത്. ഇനിയിപ്പോൾ ഞാൻ ഇത് ചൂടാറിയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി നേന്ത്രപ്പഴവും അരിപ്പൊടി ശർക്കരയും എല്ലാം ചേർത്തിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള സൂപ്പർ ഹെൽത്തി ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റെഡിയാക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.